നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ നമ്മൾ ഒഴിവാക്കുന്ന സാധനങ്ങളൊക്കെ കൊണ്ടുവയ്ക്കാനായിട്ട് ഒരു സ്പേസ് ഉണ്ടായിരിക്കും അല്ലേ? അതേപോലെ ഞാൻ കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുള്ള ഒരു സ്പേസ് ആണ് കേട്ടോ ഇത്. പിള്ളേരുടെ കണ്ണ് വെട്ടിച്ച് കൊണ്ടുവച്ച സാധനങ്ങളുണ്ട്. ഞാൻ ഫ്രണ്ട് സൈഡിൽ നിന്ന് കുറേ സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, ചട്ടിയും മണ്ണും അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് അവിടുന്ന് ഒഴിവാക്കാനായിട്ട് ഇവിടെ അങ്ങ് കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ. ഇനി ഈ സാധനങ്ങളെല്ലാം തന്നെ നമുക്ക് എടുത്തു വെക്കാനായിട്ട് ഒരു കുഞ്ഞ് സ്റ്റോർ റൂം കൂടെ ഉണ്ട് കേട്ടോ. സ്റ്റോർ റൂമിൻ്റെ അവസ്ഥ ഇപ്പോൾ പറയാണ്ടിരിക്കുന്നതാണ് നല്ലത്, കാരണം അത്രയ്ക്ക് വൃത്തികേടായിട്ടാണ് അത് കിടക്കുന്നത്. ഇനി അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം, അത് വലിയൊരു പണിയാണ്. അതിപ്പോൾ അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്കൊന്ന് അടുക്കി പെറുക്കി വെക്കേണ്ടതുണ്ട് കേട്ടോ. പിള്ളേരുടെ ടോയ്സ് മുതൽ പെയിൻറ്റിൻ്റെ കുപ്പികൾ വരെ ഈ ഭാഗത്തുണ്ട് കേട്ടോ. പെയിൻറ്റിൻ്റെ കുപ്പിയുടെയൊക്കെ ഉത്തരവാദി ഞാനാണ് കേട്ടോ. ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് വെച്ചതാണ്. അങ്ങനെയെല്ലാം അടുക്കി പെറുക്കി സെറ്റാക്കി വെച്ചതിന് ശേഷം ഒന്ന് അടിച്ച് വൃത്തിയായിട്ട് കഴുകിയിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ വൃത്തിയായിട്ടുണ്ട്. ഈ ഒരു ഭാഗം പെയിൻ്റ് അടിച്ചത് ഞാനായതുകൊണ്ട് തന്നെ ഇവിടെ വൃത്തിയാക്കാൻ പ്രത്യേക ഒരു ഉഷാർ എനിക്കുണ്ടെന്ന് വേണം പറയാൻ. അടിച്ചു കഴുകിയ ഭാഗമൊക്കെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേനും നല്ലപോലെ ഉണങ്ങി നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്ത് ഞാൻ കുറേ പണികൾ ചെയ്തുകൊണ്ട് തന്നെ ഇവിടം വൃത്തിയായി കാണാൻ എനിക്ക് എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണിത്.